ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫീസ് മാജിക് കിച്ചൻ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓവനൊന്നുമില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കേക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റിൽ വരുന്ന ഒരു ഫ്ലേവറിൽ വരുന്ന കേക്ക് കൂടിയാണ്. ഇത് നമുക്ക് ഒരു പെർഫെക്റ്റ് ടെക്സ്റ്റെല്ലാം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ സെയിം റെസിപ്പി തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുക. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ അരിച്ചെടുക്കുക. അപ്പോൾ ഒരു മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം പിന്നെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്നാലാണ് നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 9 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ്സിലേക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലോഫ് പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം അതിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കേക്ക് ഹൈറ്റിൽ കിട്ടുകയും ചെയ്യും. അത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കുമ്പോഴൊക്കെ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ ഇതിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി 9 ഇഞ്ചിന് പകരം ഒരു 8 ഇഞ്ച് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ 8 ഇഞ്ചിലാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് അധികമുള്ള മൈദയൊക്കെ ഒന്ന് തട്ടിക്കളയണം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ആദ്യം തന്നെ എപ്പോഴും ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് 250 ml കപ്പിൽ 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല മിൽമ പശുവിൻ നെയ്യാണ് കേട്ടോ. ഇതന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളെ കേക്കിന് കിട്ടുക. അല്ലാതെ സാധാ വേറെ നെയ്യൊന്നും യൂസ് ചെയ്യരുത്. ഈ നെയ്യ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ 1/2 കപ്പ് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതെപ്പോഴും ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ഗീ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തണുത്ത നെയ്യ് ഉപയോഗിക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ നിങ്ങൾ ഈ ഒരു നെയ്യ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിൽ പകുതി എടുത്തിട്ട് ഓയിൽ വെച്ചിട്ടും റീപ്ലേസ് ചെയ്യാം. പകുതി നെയ്യും പകുതി ഓയിലും എടുക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോഴാണ് കേക്കിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഗീ കേക്കല്ലേ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വരെ എടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു നെയ്യിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മിക്സാക്കി എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് എഗ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോഴിമുട്ട ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ. ഫ്രിഡ്ജിലുള്ളത് നേരിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇത് 3 എണ്ണത്തിൽ ഒന്നായിട്ട് മിക്സാക്കി കൊടുക്കേണ്ട. ആദ്യം ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ആയതിന് ശേഷം പിന്നെ ഓരോരോ എഗ്ഗും 1 by 1 ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം. ഞാൻ 2ാമത്തെ കോഴിമുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റർ കൊണ്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് 3ാമത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വിസ്ക് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് കൂടുതൽ സമയം നമ്മൾ കൈ കൊണ്ടിട്ടിട്ട് ബീറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക്
ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ടയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്തിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/3 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 1/4 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും ഉണ്ടാവും കേട്ടോ. ഇനി ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് 3 പോർഷൻസ് ആക്കിയിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ സാവധാനത്തിൽ മാത്രമേ ഫോൾഡ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാനിത് വീഡിയോ ഫാസ്റ്റ് ആക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ മിക്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ മൈദ തുടക്കത്തിൽ മൈദ ഇട്ട് കൊടുക്കുക, അവസാനവും മൈദ ഇടുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് പാല് 2 പ്രാവശ്യമായിട്ടും പാലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടത്. വളരെ സാവധാനത്തിൽ എന്ത് ചെയ്യാം, ഫോൾഡ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇടയിൽ പാലും മൈദയും മാറി മാറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഇത് കമ്പൈൻ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുക, പക്ഷേ എപ്പോഴും ചെയ്യുമ്പോൾ പതുക്കെ മാത്രം ചെയ്യുക, സാവധാനത്തിൽ ഫോൾഡ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ബാറ്റർ റെഡിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിതിന് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിന് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളയണം. അപ്പോൾ നമുക്ക് ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്യാസ് സ്റ്റോപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെമ്പിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കൂലേ, അങ്ങനത്തെ ഒരു ചെമ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ മോൾഡ് ഇതിലേക്കാണ് നമുക്ക് ഇറക്കി വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ചെമ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ ബേക്കിംഗ് പാന് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടൊക്കെ അല്ലേ, അതിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ അടിയിലൊരു തട്ട്, അലുമിനിയത്തിൻ്റെ തട്ട് വെച്ചിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പാടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 45-50 മിനിറ്റൊക്കെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കേക്ക് ഒരു 50 മിനിറ്റ് കൊണ്ടാണ് ഇത് കേക്ക് ബേക്കായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓവനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു ടെക്സ്ചറിൽ തന്നെ ഇതിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചൊരു ബ്രൗൺ കളർ കുറവാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ കേക്ക് കറക്റ്റ് 50 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഈ രീതിയിലൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല കറക്റ്റ് നല്ല ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് പൊങ്ങി വരുന്ന രീതിയിൽ നല്ല റൈസ് ചെയ്ത് വരുന്നൊരു കേക്കല്ല. അപ്പോൾ ഒരു പ്രത്യേക ടെക്സ്ചറിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാണുമ്പോൾ നമുക്കിത് വാനില കേക്ക് പോലെയൊക്കെ തോന്നും, പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ ഗീ കേക്കല്ലേ, അതിൻ്റെ ആ ഒരു ഗീ ടേസ്റ്റ് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ലോഫ് പാനിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വിത്തൗട്ട് ഓവൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. വേണമെങ്കിൽ വിത്തൗട്ട് ബീറ്റർ എന്നും പറയാം, കാരണം നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചായക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.